പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണം കഴിഞ്ഞിട്ട് ഏതാണ്ട് 48 മണിക്കൂർ കൂടുതലായി. തൃശ്ശൂർ പൂരത്തിൻ്റെ കമ്പക്കെട്ടിന് വെടികൊളുത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഇന്ത്യയുടെ കരസേനയും അതുപോലെ വ്യോമസേനയും പാകിസ്ഥാനിലേക്ക് മിസൈലുകളും റോക്കറ്റുകളും അതുപോലെ ഡ്രോണുകളൊക്കെ അയച്ച് അവർ മര്യാദ പഠിപ്പിച്ചു. കമ്പക്കെട്ട് അതിഗംഭീരമായി. പാകിസ്ഥാൻ ഏതാണ്ട് ഒരു പാഠം പഠിച്ച മട്ടാണ്. കുറച്ച് ദിവസത്തേക്ക് അവരുടെ ഉപദ്രവത്തിന് ചെറിയ കുറവുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ഈ പഴുതാരയുടെ അടിസ്ഥാന സ്വഭാവം മാറ്റാൻ പറ്റൂ, തേളിൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റൂ, മൂർഖൻ പാമ്പിൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റൂ, പാകിസ്ഥാൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റൂ? ഒരിക്കലും മാറ്റാൻ പറ്റുകയില്ല. അവരിനി ഇതുപോലുള്ള ഗുണ്ടായിസം ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെയ്യും. ഇപ്പോൾ ഇവിടെ വലിയൊരു വിഭാഗം ആളുകൾ പറയുന്നത് പാകിസ്ഥാനോട് യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ പാകിസ്ഥാൻ നമ്മളോട് യുദ്ധം ചെയ്യും, അവരെ നമ്മൾ അടിച്ച് പത്തിരിയാക്കണം. ചില കുരങ്ങന്മാർ പറഞ്ഞത് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തണം, പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കണം എന്നൊക്കെയാണ്. ഇതൊന്നും നടക്കില്ല, അതൊന്നും നടപ്പുള്ള കാര്യങ്ങളല്ല. അതിനൊക്കെ വലിയ ഫുൾ ഫ്ലഡ്ജിൽ വാർ നടത്തിയാൽ പോലും നടക്കില്ല. ഇതറിയാൻ പാടില്ലാത്തവർക്ക് എന്ത് മണ്ടത്തരവും പറയാം. പരിപൂർണമായ യുദ്ധം നടത്തിയാൽ പോലും പാകിസ്ഥാനെ വേണമെങ്കിൽ യുദ്ധത്തിൽ തോൽപ്പിക്കാം, അതല്ലെങ്കിൽ അവിടുത്തെ സർക്കാരിനെ നമുക്ക് അട്ടിമറിക്കാം. അവരുടെ അടിസ്ഥാന സ്വഭാവം മാറ്റാൻ പറ്റിയില്ല, തേളിൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റും യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട്. പഴുതാരയുടെ സ്വഭാവം മാറ്റാൻ പറ്റും, ആരുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ ലാഹോർ വരെ സൈന്യത്തെ നയിക്കാം. പണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി ചെയ്തതാണ്. വേണമെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൽ ലാഹോർ പിടിക്കാൻ പറ്റും. പക്ഷേ സൈന്യത്തോട് അദ്ദേഹം പറയും അങ്ങോട്ടൊന്നും കയറണ്ട, അതൊക്കെ വലിയ ശല്യവും. പിന്നെ പാകിസ്ഥാനിലുള്ള ആളുകൾക്ക്, ലാഹോറിലുള്ള സാധാരണക്കാർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണ്ടേ? ഇവിടെ തന്നെ മനുഷ്യർക്ക് ജീവിക്കാൻ നിർത്തിയില്ലാണ്ടിരിക്കുകയാണ്. അതുപോലെ സിയാൽകോട്ടിൽ അതാണ് ചരിത്രം. ഈ എന്താണ് സൈനിക നയം എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്. ഇവിടെ നിന്ന് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും തള്ളുന്ന ആളുകൾക്ക് അത് മനസ്സിലാവില്ല. പിന്നെ ഒരു യുദ്ധത്തിന് കോടാനുകോടി രൂപ വേണം. ചെറിയ കാശ് കൊണ്ടൊന്നും യുദ്ധം നടക്കില്ല. 1971 നമ്മളൊക്കെ പ്രകീർത്തിക്കുന്ന, വാനോളം പ്രശംസിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ യുദ്ധമുണ്ടല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ യുദ്ധം നടന്നത്. പാകിസ്ഥാൻ്റെ വെടിയുണ്ട ഭാരത മക്കൾക്ക് എള്ളുണ്ട എന്നാണ് ഞങ്ങൾ സ്കൂൾ കുട്ടികളന്ന് മുദ്രാവാക്യം വിളിച്ചത്. പിന്നീടൊരു മുദ്രാവാക്യം, യാഹ്യാ ഖാൻ്റെ മയ്യത്ത് നിക്സൻ്റെ അമ്മയുടെ നെഞ്ചത്ത്. നിക്സൺ എന്ന അമേരിക്കൻ പ്രസിഡന്റാണ്, യാഹ്യാ ഖാൻ പാകിസ്ഥാനിലെ പട്ടാള ഭരണാധികാരി. അപ്പോൾ ഈ മുദ്രാവാക്യമൊക്കെ നമ്മൾ വലിയ ആവേശത്തിൽ വിളിച്ചു, വളരെ ഗംഭീരമായി. പിന്നെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനാക്കി. ജനറൽ മനേക്ഷയുടെ ഉത്തരവ് പ്രകാരം നമ്മൾ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് ഇരച്ചു കയറി 8-9 ദിവസം കൊണ്ട് ഡാക്കയുടെ പടിവാതിൽക്കലെത്തി. 12-ാം ദിവസം പാകിസ്ഥാൻ മുട്ടുകുത്തി. ലഫ്റ്റനന്റ് ജനറൽ നിയാസി അദ്ദേഹത്തിൻ്റെ സർവീസ് റിവോൾവർ മേശപ്പുറത്ത് വെച്ചു. അതുകൂടാതെ പുള്ളിയുടെ സൈനിക ചിഹ്നങ്ങൾ, ഈ തോളിലും നെഞ്ചത്തു കുത്തുന്ന ചിഹ്നങ്ങളുണ്ടല്ലോ, ആ ബാഡ്ജുകളൊക്കെ ഊരി അതും മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് വിറയ്ക്കുന്ന കൈയോട് കൂടിയിട്ട് സേന കീഴടങ്ങുകയാണ് എന്ന് എഴുതി ഒപ്പിട്ടു. അത് ചരിത്ര രേഖയാണ്. 2ാം ലോക യുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ സൈനിക കീഴടക്കമായിരുന്നു 1971 ഡാക്കയിൽ വെച്ച് നടന്നത്. എന്നിട്ടെന്തുണ്ടായി എന്നുള്ള വേറെ കാര്യമാണ്. അപ്പോൾ അത്ര വലിയ യുദ്ധങ്ങൾ ജയിച്ചതിന് ശേഷവും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഏൽപ്പിച്ച പ്രഹരം എത്രയായിരുന്നു അറിയാം? ഭയാനകമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന് രാജ്യം പുതിയ പരിഷ്കാരങ്ങൾ കൂടി സാമ്പത്തിക പുരോഗതിയിലേക്ക് നീങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ഈ യുദ്ധം ഉണ്ടായത്. രാജ്യത്തിൻ്റെ റിസോഴ്സസ് വലിയ തോതിൽ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടു. ഈ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, ഒരിക്കലും ചെറിയ കാര്യമല്ല. അതിനൊക്കെ തുനിയാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് പാകിസ്ഥാന് കൊടുക്കാനുള്ള അപ്പപ്പം പീസ് മീലായിട്ട് കൊടുത്താൽ മതി. ഏതായാലും നമുക്ക് വലിയ സൈന്യമുണ്ട്, കരസേനയുണ്ട്, നാവികസേനയുണ്ട്, വ്യോമസേനയുണ്ട്, വിമാനങ്ങളുണ്ട്, കപ്പലുകളുണ്ട്, അന്തർവാഹിനികളുണ്ട്, വിമാനവാഹിനികളുണ്ട്, ടാങ്കുകളുണ്ട്. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇല്ലേ? 1965 പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ പാകിസ്ഥാന് പാറ്റൻ ടാങ്കുകളുണ്ട്, നമുക്ക് പൊളിഞ്ഞ സെഞ്ചൂറിയൻ ടാങ്കാണ് ഉണ്ടായിരുന്നത്. പാകിസ്ഥാന് സാബർ ജെറ്റുകളുണ്ട്, നമുക്ക് മിഗ് പോലും ഇല്ല. അതിൽ കുറഞ്ഞ സാധനങ്ങൾ വാമ്പയർ പോലെയുള്ള വിമാനങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പിടിച്ചു നിന്നു, കാരണം പട്ടാളക്കാർ ധൈര്യമുള്ളവരാണ്, ചങ്കൂറ്റമുള്ളവരാണ്. അതുകൊണ്ടാണ് ജയിച്ചത്. അതുകൊണ്ടാണ് പാകിസ്ഥാനെ തടഞ്ഞു നിർത്താൻ പറ്റിയത്. പിന്നെ പട്ടാള മേധാവികൾ ഈ ഹർബക്ഷ സിംഗിനെ പോലെ അല്ലെങ്കിൽ അർജൻ സിംഗിനെ പോലെയുള്ള പരാക്രമികളായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുക. അല്ലെങ്കിൽ പാകിസ്ഥാൻ അന്നേ കാശ്മീരും കൊണ്ട് പോയത്. കാശ്മീർ പ്രശ്നം അന്ന് തീർന്നേനെ. കാശ്മീർ പ്രശ്നം തീരാതെ നിർത്തിയത് ഈ 2 സർദാർജിമാർ, തലക്കെട്ടുകാരായ 2 സർദാർജിമാരുടെ ഭയങ്കരമായ ബുദ്ധിയും അതിഭയങ്കരമായ പോരാട്ട വീര്യവും സ്ഥൈര്യവുമായിരുന്നു. പിന്നെ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയത് വൈ പി ചവാനും ലാൽ ബഹദൂർ ശാസ്ത്രിക്കൊക്കെ ആയിരുന്നു എന്ന് മാത്രം.
അപ്പോൾ ഏതായാലും യുദ്ധം എന്ന് പറഞ്ഞാൽ ഒട്ടും ലാഭകരമായ പരിപാടിയല്ല. ഇപ്പോൾ യുദ്ധം വേണമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ റേഷൻ കിട്ടാൻ വൈകുമ്പോൾ സർക്കാരിനെ തെറി പറയും. അല്ലെങ്കിൽ സാധനങ്ങളുടെ വില കൂടുമ്പോൾ അയ്യോ ഇത് ആര് എന്തിനു വേണ്ടി ചെയ്തു എന്ന് ചോദിച്ചു. ഞാൻ ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ റഷ്യയിൽ എങ്ങനെ വിപ്ലവം നടന്നത് നിങ്ങൾക്കറിയാമോ? റഷ്യയിൽ വിപ്ലവം നടന്നത് തൊഴിലാളി വർഗം നയിച്ച വിപ്ലവമായിരുന്നില്ല. സഖാവ് ലെനിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു, ട്രോട്സ്കി നേതാവായിരുന്നു, പിന്നെ സൈദ്ധാന്തികന്മാർ വേറെ പലരും ഉണ്ട്. വിപ്ലവം നടന്നു, കമ്മ്യൂണിസ്റ്റുകാർ അധികാരം പിടിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ റഷ്യയിലെ വിപ്ലവത്തിന് വഴിതെളിച്ചത് ഒന്നാം ലോക യുദ്ധത്തിൽ സർക്കാരിന് രാജ്യത്തിന് ഏറ്റ പരാജയമാണ്. അന്ന് നിക്കോള രണ്ടാമൻ ചക്രവർത്തിയാണ് റഷ്യ ഭരിക്കുന്നത്. ഒന്നാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പുള്ളി സൈന്യത്തെ നയിക്കാനായിട്ട് മുന്നണിയിലേക്ക് പോയി. ഈ പട്ടർക്ക് എന്താ പടയിൽ കാര്യം ചോദിച്ച പോലെ ചക്രവർത്തിക്ക് എന്താണ് യുദ്ധമുന്നണിയിൽ കാര്യം ചോദിക്കുന്നത്? മോസ്കോയിലെ ഭരണം അല്ലെങ്കിൽ പീറ്റേഴ്സ്ബർഗിലെ ഭരണം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ട് ചക്രവർത്തി യുദ്ധമുന്നണിയിലേക്ക് പോയി. പുള്ളി വിചാരിച്ച് അവിടെ ചെന്ന് പുള്ളിയുടെ സാന്നിധ്യത്തിൽ യുദ്ധം ചെയ്ത വലിയ വിജയം ഉണ്ടാകുന്നു. പക്ഷേ സംഭവിച്ചാൽ മറിച്ച ജർമ്മൻകാരുടെ ആക്രമണത്തിന് മുമ്പിൽ റഷ്യ തകർന്ന് തരിപ്പണമായി. റഷ്യൻ സൈന്യം ജർമ്മനിയുടെ യുദ്ധത്തിന് മുമ്പിൽ വിരിമുതുക കാണിച്ചു. വിരിമാറ് കാണിക്കാൻ പറ്റില്ല, ഓട്ടത്തോട് ഓട്ടമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ആദ്യകാലത്ത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ചക്രവർത്തിക്ക് സിന്ദാബാദ് വിളിച്ച ആളുകൾ, റഷ്യയുടെ യുദ്ധ പരിശ്രമങ്ങളെ അനവരതം പ്രശംസിച്ച ആളുകളൊക്കെ എന്ത് ചെയ്തു? സാധനങ്ങൾക്ക് വില കൂടിയപ്പോൾ സർക്കാരിനെതിരായി, ചക്രവർത്തിക്കെതിരായി. എന്ന് മാത്രമല്ല ജർമ്മൻകാരോടുള്ള വിരോധം ചക്രവർത്തിനിയുടെ നേരെ തിരിച്ചു. കാരണം അവർ ജർമ്മൻകാരിയാണ്. ഈ ജർമ്മൻകാരിയായ സ്ത്രീ പാവപ്പെട്ട ചക്രവർത്തിയെ പറഞ്ഞ് തെറ്റിച്ചു, വഴി തെറ്റിച്ചു എന്ന രീതിയിലുള്ള എന്താണ് പല വിമർശനങ്ങളും ഉയർന്നു. അവസാനം ചക്രവർത്തി സ്ഥാനത്യാഗം ചെയ്തു. അദ്ദേഹത്തിൻ്റെ അനുജനോട് പറഞ്ഞു, എടാ മോനെ നീ കുറച്ച് കാലത്തേക്ക് പിടിക്കട, ഞാൻ താഴെ വെക്കുന്നു. അനുജൻ പറഞ്ഞു, പൊന്നു ചേട്ടോ ഞാൻ ഈ നാട്ടുകാരനല്ല, എനിക്ക് ചക്രവർത്തിയോ ആകണ്ട, ഒരു ഉണ്ടംപുരിയോ ആകണ്ട എന്ന് പറഞ്ഞ് പുള്ളി ഓടിക്കളഞ്ഞു. അങ്ങനെ ആണ് കെറൻസ്കിയുടെ നേതൃത്വത്തിൽ മാർച്ച് വിപ്ലവം നടത്തുന്നത്. കെറൻസ്കിക്ക് യുദ്ധം നിർത്താൻ പറ്റില്ല. കാരണം യുദ്ധം നിർത്തണമെങ്കിൽ ജർമ്മൻകാർ വെക്കുന്ന ഡിമാൻഡ് ഭയങ്കര വലുതാണ്. റഷ്യയുടെ ഏതാണ്ട് പകുതിയോളം ഭാഗം, പകുതി ഇല്ലെങ്കിൽ ഒരു മൂന്നിലൊന്നെങ്കിലും കരം ഒഴിവായിട്ട് ജർമ്മനിക്ക് പതിച്ചു കൊടുക്കണം എന്നാണ് അവരുടെ ഡിമാൻഡ്. കെറൻസ്കിക്കല്ല ലോകത്ത് ഒരു നേതാവിനും അത് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് യുദ്ധം തുടർന്ന് ചെയ്തു. അതനുസരിച്ച് നാട്ടുകാരുടെ വിരോധം വർദ്ധിച്ചു. കെറൻസ്കിയും അവസാനം ഇട്ടിട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണ് ലെനിൻ വന്നത്. ആ സമയത്ത് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ ജർമ്മനിയുടെ ഡിമാൻഡ് അംഗീകരിക്കരുത്, ഈ ഡിമാൻഡ് അംഗീകരിച്ചാൽ നമ്മുടെ ആപ്പീസ് പൂട്ടും എന്ന് പറയും. പക്ഷേ ലെനിൻ അറിയായിരുന്നു വേറെ മാർഗമില്ല, വേറെ യാതൊരു മാർഗവുമില്ല. ജർമ്മനി പറഞ്ഞ എല്ലാ കണ്ടീഷനും അംഗീകരിച്ചുകൊണ്ട് യുദ്ധം നിർത്തി. പാവം അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒരു രക്ഷ കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ കസിനായിരുന്നു ബ്രിട്ടനിലെ രാജാവ്. ഞാൻ ബ്രിട്ടനിലേക്ക് വരട്ടെ, എനിക്ക് അഭയം തരുമെന്ന് ചോദിച്ചു. ഒരു രക്ഷയില്ല, താൻ ഇങ്ങോട്ട് വരണ്ട, താൻ വേറെ വല്ല വഴിക്ക് പൊക്കും എന്ന് അവിടുത്തെ പ്രധാനമന്ത്രി പറഞ്ഞു, അവിടുത്തെ രാജാവും പറഞ്ഞു. ഇതേ ഞാൻ ഫ്രാൻസിലേക്ക് വരട്ടെ പ്രിയ സുഹൃത്തുക്കളെ എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് വരണ്ട, ചേട്ടൻ ഏത് വഴിക്കാച്ചോ പൊക്കുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരു രാജ്യത്തും അദ്ദേഹത്തിന് അഭയം കിട്ടിയില്ല. അങ്ങനെയാണ് വിപ്ലവകാരികൾ അദ്ദേഹത്തെയും ഭാര്യയെയും 3 പെൺമക്കളെയും കുറച്ച് പോരായ്മയുള്ള ഇളയ ആൺകുട്ടിയും കൊന്നു. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ രസമുള്ള കാര്യമാണെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോൾ വലിയ ദുഷ്കരമായിട്ട് മാറും. ഇത് പറഞ്ഞുകൊണ്ടൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന ആളുകൾക്ക് എന്തെങ്കിലും വിവേകം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.